നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം തുടങ്ങാണ് കേട്ടോ. ഇന്നത്തെ ദിവസം പ്രത്യേകത കൂടിയുണ്ട്. കണ്ണൻ്റെ പിറന്നാളാണ്. അപ്പോൾ അവന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ നേരെ പോകുന്നത് അടുക്കളയിലാണ്. ചോറിന് തീയൊക്കെ കത്തിച്ചു. ചോറിനുള്ള അരി കഴുകണം കേട്ടോ. തീയാണെച്ചാൽ കത്തണമില്ല, ആകെ സീനായി. അമ്മയും പിള്ളേരൊന്നും എഴുന്നേറ്റിട്ടില്ല കേട്ടോ. നല്ല ഉറക്കമാണ്. അമ്മയ്ക്ക് നേരത്തെ നീക്കാനൊന്നും സാധിക്കില്ല കേട്ടോ, അവർക്ക് വയ്യ. അപ്പോൾ നമ്മൾ പാചക പരിപാടിയൊക്കെ കടന്നു. അപ്പോൾ അവിയലിനുള്ള കഷ്ണം നമ്മൾ അടുപ്പത്ത് വെച്ചു കേട്ടോ. തൊട്ടപ്പുറത്ത് നമ്മൾ ഉപ്പേരി അടുപ്പത്ത് വെച്ചു. അപ്പോൾ കടുകൊക്കെ പൊട്ടി ഉള്ളിലേക്ക് ഇട്ടു. അടുത്തത് പയറും ബീൻസും കൂടി മിക്സഡ് ആയിട്ടിട്ട് ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പയറൊക്കെ ഇട്ടു. അപ്പുറത്ത് നമ്മൾ അവിയലിനുള്ള കഷ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ. ഏട്ടൻ നല്ല ഉറക്കമാണ് കേട്ടോ. ഞാൻ ഏട്ടനെ വിളിക്കാൻ പോവാണ്. എങ്ങനെയൊക്കെ പറഞ്ഞെഴുന്നേറ്റ് വിളിപ്പിച്ച് നീപ്പിച്ചിട്ടുണ്ട്. നല്ല ഉറക്കം മൂടലാണ്. നീച്ചു. ഏട്ടനെ അറിയാട്ടോ, വിളിക്കാതെ നല്ല പണി കൊടുക്കാനാന്ന് അറിയാം. അപ്പോൾ തേങ്ങ ചിരകാൻ വിളിക്കാണ്. കൂട്ടത്തിൽ കാശ് നീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അച്ഛനും ഉമ്മയൊക്കെ കൊടുക്കണ് തേങ്ങ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ അവിയൽ കഷ്ണം ഏകദേശം വെന്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പേരി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് വാങ്ങി വെച്ചു. അമ്മയും പിള്ളേരൊക്കെ എഴുന്നേറ്റു കേട്ടോ. തുണികളൊക്കെ മടക്കി. ഏട്ടനാഴ്ച നോക്കില്ല, ദേഷ്യം വന്നിട്ടിരുന്ന തേങ്ങ ചിരവാണ്. പിന്നെ നമ്മൾ സാമ്പാറിനുള്ള കഷ്ണം പരിപ്പും ഉള്ളി ഉരുളക്കിഴങ്ങും സംഭവങ്ങളൊക്കെ കുക്കറിലിട്ടു, അടുപ്പത്ത് വെച്ചു കേട്ടോ. അവിയൽ കഷ്ണങ്ങളൊക്കെ വെന്തോയ്ക്ക് തൈരൊക്കെ ഒഴിച്ചു കേട്ടോ. അപ്പം നമ്മുടെ സാമ്പാർ കഷ്ണങ്ങളിലെ വിസിൽ വന്നിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ അതിക്ക് നമുക്ക് തേങ്ങയൊക്കെ ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങയൊക്കെ ചതച്ചത് ഇട്ട് കൊടുത്തു. അതൊക്കെ ഇളക്കി കറിവേപ്പിൻ്റെ ഇലയും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു. സാമ്പാർക്കുള്ള അരപ്പുണ്ടാക്കുന്ന വെളിച്ചെണ്ണ ഒഴിച്ചു. അതിക്ക് ഉലുവ ഇട്ടു, ഉള്ളി ഇട്ടു കേട്ടോ. അപ്പോൾ തേങ്ങ ഇട്ടു. അതിക്ക് തേങ്ങയൊക്കെ ഒരു ദിനം വറവായതിനു ശേഷം മുളക് പൊടിയും മല്ലിപ്പൊടിയും കറിവേപ്പിനൊക്കെ. അപ്പോൾ നമ്മൾ സാമ്പാർ കഷ്ണത്തിന് വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി വെണ്ടക്കായും മുരിങ്ങക്കായൊക്കെ നല്ല വാട്ടിയതിന് ശേഷം നമ്മൾ അരപ്പ് ശരിയാക്കുള്ളത് ശരിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാമ്പാർ കഷ്ണത്തേക്ക് നമ്മൾ വാട്ടി വെച്ച് വെണ്ടക്കായും മുരിങ്ങക്കായൊക്കെ ഇട്ടു. അപ്പോൾ നമ്മൾ അരപ്പായിക്ക് ഒഴിച്ചു. നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അതിലേക്ക് കടുകൊക്കെ വറുത്തിടുകയാണ് കേട്ടോ. കടുകൊക്കെ പൊട്ടിച്ച് നമ്മൾ സാമ്പാർക്ക് വെച്ച് നന്നായി ഇളക്കി മാറ്റി വെച്ചു കേട്ടോ. അടുത്ത് നമ്മൾ പപ്പടം കാച്ചിയാണ്. തൊട്ടപ്പുറത്ത് നമ്മൾ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പപ്പടം കാച്ചി നമ്മൾ പുറകിൽ നിന്നിട്ട് കാശി പറയുന്നുണ്ട് കേട്ടോ. അമ്മ എനിക്കിതാ ആദ്യത്തെ എനിക്കിതാന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറികളൊക്കെ ഏകദേശം ആയി കേട്ടോ. നമ്മൾ കൂടുതൽ സംഭവങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, അവൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് മാത്രം. അപ്പം അമ്മയും പിള്ളേരും കൂടിയിട്ട് അമ്പലം പോവാണ്. ഏട്ടനേനും തോളിക്കൂടൊക്കെ കൈയിട്ടിട്ട് പോകണ കണ്ടില്ല, എന്തൊരു രസം അതെന്ന് കാണാം നമുക്ക്. അപ്പം അവർ പോയി കേട്ടോ. കൂട്ടത്തിൽ നമ്മളും പോവാൻ റെഡി ആവുകയാണ് ജോലിക്ക്. നമ്മുടെ വീടുണ്ടാവുന്നേ കുറച്ച് നല്ല ദൂരം കേട്ടോ ബസ് സ്റ്റോപ്പിക്ക്. അപ്പം ഏട്ടൻ എന്നെ എന്നും കൊണ്ടാക്കി തരും. എന്നിട്ടാണ് കേട്ടോ ഏട്ടൻ ജോലിക്ക് പോവുക. നമ്മൾ ജോലിക്ക് പോവുക കാരണം ഫുഡ് കൊടുക്കുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഏട്ടൻ പണി മാറ്റി വരുന്നുണ്ട് കേട്ടോ. കേക്ക് മേടിക്കാമെന്ന് പറഞ്ഞായിരുന്നു. കയ്യിൽ വേറെ എന്തോ കൂടി ഉണ്ട് കയ്യിൽ. അതെന്താണാവോ, ചായക്കുള്ളതാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ മക്കളതാ പോണുണ്ട് കേട്ടോ. കേക്ക് കണ്ടിട്ട് സന്തോഷത്തിലാണ് മക്കൾ പോണു. അച്ഛൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹപ്രകടനമൊക്കെ കാണിക്കുന്നുണ്ട് കേക്ക് കണ്ടിട്ട്. അപ്പം ഏട്ടൻ പറയുന്നുണ്ട് പണി കഴിഞ്ഞ് വന്നിട്ടല്ലേ ഉള്ളൂ, പുള്ളിയൊക്കെ കഴിഞ്ഞിട്ട് കേക്ക് മുറിക്കാട്ടോ എന്ന് പറയുന്നുണ്ട് മക്കളോട്. ഏട്ടൻ്റെ പുള്ളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. അപ്പം കേക്ക് മുറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം ഞാനും കണ്ണനും കാശിക്കുട്ടനും കൂടിയിട്ട് കേക്ക് മുറിക്കാം. അമ്മോട് മുറിക്കാനൊക്കെ പറഞ്ഞു. അമ്മ കേട്ടില്ല, നിങ്ങൾ മുറിച്ചോളെന്ന് പറഞ്ഞു കേട്ടോ അമ്മ. അപ്പം ഞാനത് എടുത്ത് ശബരിക്ക് ഒരു വായ കൊടുത്തു കേട്ടോ. അപ്പം നമ്മുടെ സ്നേഹത്തിന് അവനൊരു ഉമ്മയൊക്കെ കൊടുത്തു. അപ്പം അപ്പുറത്ത് കാശി പറയുന്നുണ്ട്, ഓ എനിക്കൊന്നും ഉമ്മ തന്നില്ല കേട്ടോ എന്ന് പറയുന്നുണ്ട്. അച്ഛമ്മയ്ക്കൊക്കെ കൊടുത്തപ്പോൾ അച്ചപ്പുറത്തെന്ന് പറയുന്നുണ്ട്, ഓ ഞങ്ങൾക്കൊന്നും തന്നില്ലല്ലേ, അവർക്കൊക്കെ കൊടുക്കുള്ളൂ അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അച്ചപ്പുറത്ത് നിന്നിട്ട് മകനോട്. നമ്മുടെ ഒരു ദിവസത്തെ പിറന്നാൾ സന്തോഷം ഇങ്ങനെയാണ് കേട്ടോ. അപ്പം നമ്മളെ ഇഷ്ടപ്പെടുന്നവർ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്.